Ladies and gentlemen, this is Adarsh and welcome to my Corner Deep. സോ നമ്മൾ ഇന്ന് രണ്ട് സീരീസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. രണ്ടും ഫീൽ ഗുഡ് ആണ്. ആദ്യത്തേത് റിസോർട്ട്. സോ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും റിസോർട്ട്. നമ്മുടെ തമിഴത്തെ ഏറ്റവും ബെസ്റ്റ് എന്നല്ല, എല്ലാ ഇൻഡസ്ട്രി എടുത്തു നോക്കിയോ, മലയാളം, തെലുങ്ക്, ഹിന്ദി ഏത് വേണമെങ്കിൽ എടുത്തു നോക്കിയോ, ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് അത് റിസോർട്ടാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര കോൺട്രവേഴ്സിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആർക്കോ പറഞ്ഞ റോള് കൊടുത്തില്ല, പറഞ്ഞ പേയ്മെന്റ് കൊടുത്തില്ല, ഒരു കൊല്ലം വെറുതെ ഇരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ഓൾ ദാറ്റ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് കിടു സീരീസ് ആണ്. എനിക്ക് അത് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ബാക്കിയുള്ളവരുടെ പ്രശ്നം ഇറ്റ്സ് ദെയർ പ്രോബ്ലം, നോട്ട് മൈൻ. 32 എപ്പിസോഡ് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. 32 എപ്പിസോഡും കിടുസാണ്. ഭയങ്കര റെയർ ആയിട്ട് അങ്ങനെയൊക്കെ നടക്കുള്ളൂ. എന്നാൽ ഇത് വേറെ ലീഗ് ആയിട്ടാണ്. സോ ഇതില് ഒരു റിസോർട്ടിൽ നടക്കണ ഇഷ്യൂസും അതേപോലെ തന്നെ മൊമെന്റ്സും ഇതൊക്കെ പറഞ്ഞു പോകണം. നല്ലൊരു സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും 4 എപ്പിസോഡേ ഇറങ്ങും. ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഇത്രയും മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ വേറെ ഇല്ല. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കാൻ ഇവരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. അവിടെ 100 എപ്പിസോഡ് എന്തോ ഇല്ലേ, ഒരു 50 ഇറക്കി വിടടേ, കുറച്ച് മാന്യത കാണിക്കടേ. സോ ഹാർട്ട് ബീറ്റ് പണ്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിലെങ്ങനെയാണെന്ന് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇവന്റ്സ് അതേപോലെ തന്നെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഇതൊരു റിസോർട്ടാണ്. ഇതിൽ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. കിച്ചൺ ടീം ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റേ ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും. അപ്പൊ ഇവര് തമ്മിലുള്ള ഈഗോ ക്ലാഷ്, ഇവര് തമ്മിലുള്ള ചില ആൾക്കാർ തമ്മിലുള്ള റൊമാൻസ്, ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള റൊമാൻസ്, അതൊക്കെ പറഞ്ഞു പോകുന്ന സീരീസാണ്. ഇതിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരാളെയാണ് തലൈവാസിൽ വിജയ്, ഷെഫ് നെടുമാറൻ. യജ്ജാതി പെർഫോമൻസ്. ഈ സീരീസിന്റെ ബാക്ക് ബോൺ. മറ്റേ ഹാർട്ട് ബീറ്റില് ആ സീരീസിന്റെ ബാക്ക് ബോൺ രതി മാം ആണെങ്കിൽ ഇതില് നെടു അണ്ണനാണ്. യജ്ജാതി പെർഫോമൻസ്. അങ്ങനെ കാണുമ്പോ തന്നെ എന്നാ ഒരു രസമാണെന്ന് അറിയോ. അടിപൊളി പെർഫോമൻസ് ആണ്. അണ്ണൻ വില്ലനാണ്, കിഡു വില്ലനിസമാണ്. ഈ ചുമ്മാ ഓഞ്ഞ ഞഞ്ഞാ പുഞ്ഞ സാധനമില്ല, കിഡു സാധനം. സോ ഇതില് നായകൻ വെട്രി ആൾ തന്നെയാണ് തോന്നുന്നു ഈ സീരീസ് ഡിറക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് വലുതായിട്ട് അറിയില്ല, ആണെന്നാ തോന്നുന്നത്. അടിപൊളിയാട്ടോ, നല്ല രസമാണ്. ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആൻഡ് ദേ ആർ ലൈക്ക് ഫാമിലി. പേഴ്സണലി എനിക്ക് ദേ ആർ ലൈക്ക് ഫാമിലി. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇത് കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചിരിക്കും. 11:30 ഇത് വരും രാത്രി. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. സോ ഞാൻ ആദ്യം ഇതിന്റെ 4 എപ്പിസോഡ് ഇറങ്ങിയപ്പോ കുറെ കാലം ഒന്നും കണ്ടില്ല. ഇത് മെല്ലെ വരട്ടെ, കുറെ വരട്ടെ. കാരണം എനിക്ക് ഈ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും വയ്യ, അല്ലെങ്കിൽ എനിക്ക് ക്ഷമയില്ല. 4 എപ്പിസോഡ് കണ്ട ശേഷം ഞാൻ അഡിക്റ്റ് ആയി. ഞാൻ ഇതിന്റെ ഫാനായി ആൻഡ് ഐ ജസ്റ്റ് ഫെൽ ഫോർ ദിസ് സീരീസ്. അത്രയും രസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു ഫീലാണ് ഈ ഒരു സീരീസ് തരാ. വൃത്തികേടില്ല, ഗിമ്മിക്സ് ഇല്ല, മറ്റേ ഒരു പരിപാടിയില്ല. പ്യുവർ ഫീൽ ഗുഡ്. സോ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. മറ്റേ കിച്ചൺ ടീമിലെ ഐഷു പറഞ്ഞ ക്യാരക്ടറിനെ കൊച്ച്, അതേപോലെ തന്നെ പാണ്ഡ്യ, മറ്റേ നമ്മുടെ വെട്രിയുടെ കൂട്ടുകാരനായിട്ടുള്ള ആള്, വെട്രിയുടെ അമ്മയെ അഭിനയിക്കുന്ന ആള്, ആ സ്ത്രീ. പിന്നെ ഇവര് ഒരു തട്ടുകട സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അവിടുത്തെ ഒരു അക്ക. എല്ലാവരും അടിപൊളിയാ. അതിന്റെ ഇടയ്ക്ക് 2 വയസ്സായ ആൾക്കാരുടെ ഒരു റൊമാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് സ്വീറ്റ് ആയിരുന്നു എന്നറിയോ. ചിലവിടെ റൊമാൻസ് പറഞ്ഞിട്ട് വേറെ സീരീസ് ഉണ്ട്, ഞാൻ അടുത്ത് പറയാം. ചിലവിടെ റൊമാൻസ് പറഞ്ഞിട്ട് പെക്കൂത്താണ് കാണിച്ചിട്ട് വരിക. അവരുടെ റൊമാൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് തൊലി ഒഴിഞ്ഞു. അത്രയും ഓഞ്ഞ റൊമാൻസ് ആയിരിക്കും. ബട്ട് ദിസ് ഇസ് വെരി നൈസ്. എന്നാ സ്വീറ്റ് ആണെന്ന് അറിയൂ. സോ 32ാമത്തെ എപ്പിസോഡും നല്ല രസത്തിലാണ് എൻഡ് ആയിരിക്കുന്നത്. ആൻഡ് ഐ ആം റിയലി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് 4. ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പെട്ടെന്ന് ഇറക്കി വിട്. ഇതിലാ മറ്റേ വെട്രി അതേപോലെ തന്നെ നെടുമാരൻ, അവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ഏറ്റവും ബെസ്റ്റ് ആട്ടോ. അത് ഭയങ്കര ബെസ്റ്റാ. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് ഞാൻ പറയാൻ വിട്ടു. ഈ റിസോർട്ടിന്റെ ഓണർ, അങ്ങേരെ മകള്, മാനേജർ ആയിട്ടൊക്കെ ഈച്ച് ആൻഡ് എവറി വൺ ആരൊക്കെ ഈ സീരീസിന്റെ പാർട്ടായിട്ടുണ്ടോ എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. ഒരാളും വെറുപ്പിച്ചിട്ടില്ല ഞാൻ പറയില്ല. ഒരു ക്യാരക്ടർ ഉണ്ട്, ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇനിയിപ്പോ കോൺട്രവേഴ്സി ഉണ്ടാക്കിയോണ്ട് പറഞ്ഞാണ് മറ്റേതാണ് തേങ്ങയാണ് പറയും. ഓവറോൾ ദിസ് ഇസ് ടു ഗുഡ്. ഇതേപോലെ അവര് 100 എപ്പിസോഡ് പോയി കഴിഞ്ഞു വെച്ചാൽ അവരുടെ നെക്സ്റ്റ് സീസണ് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷെ ആ ഒരു ലെവലിൽ പോണം. അപ്പൊ ഹാർട്ട് ബീറ്റിനെ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ റിസോർട്ട് വന്നതിന് ശേഷം നോ, മിസ് ചെയ്യുന്നേ ഇല്ല. എനിക്ക് ഹാർട്ട് ബീറ്റ് കഴിഞ്ഞ സമയത്ത് ഹാർട്ട് ബീറ്റ് സീരീസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മിസ് ചെയ്യുന്നില്ല. ഇതിലെ മറ്റേ വെട്രി ഐഷു കോംബോ
ആൻഡ് അവരുടെയൊക്കെ മൊമെന്റ്സിന്റെ ഒപ്പം ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പരിപാടിയൊക്കെ ഉണ്ട്. എന്നാ രസമാണെന്ന് അറിയൂ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരീസ് ആണ്. ഇതുവരെ കാണാത്തവരാണ് വെച്ചാൽ കണ്ടു നോക്കുക. 32 എപ്പിസോഡ് ഉണ്ട്. ഇത് കണ്ടിട്ട് ഇഷ്ടമായില്ല വെച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് ദ ബ്ലെയിം. യു കം കോൾ വാട്ട് എവർ യു വാണ്ട് ആൻഡ് ഐ എം റെഡി ടു ഹിയർ. എന്ത് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ തെറി ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ഇത് അതിന് ബോണസായി ഞാൻ കൂട്ടിക്കോളാം. സോ റിസോർട്ട് ഈ സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. തമിഴ് മനസ്സിലാവാത്തവർക്ക് മലയാളം അവൈലബിൾ ആണ്. മാക്സിമം തമിഴിൽ തന്നെ കാണാൻ നോക്കുക. ഞാൻ ഒരു തവണ മലയാളത്തിൽ ഇട്ട് കണ്ടു, ഒരു ഗുമ്മില്ല. തമിഴിലാകുമ്പോൾ ഇവരുടെ ഒറിജിനൽ വോയിസിൽ കാണാം. ദാറ്റ്സ് വെരി നൈസ്. സോ തമിഴിൽ നിന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് സീരീസ് ആണ് LBW, ലവ് ബിയോണ്ട് വിക്കറ്റ്. ക്രിക്കറ്റ് റിലേറ്റഡ് തന്നെയാണ്, എന്നാൽ ക്രിക്കറ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് ലപ്പിനാണെന്ന് മാത്രം. ഈ സീരീസ് ഞാൻ കാണാൻ ഒരേ ഒരു റീസണേ ഉള്ളൂ. റങ്കൻ, നമ്മുടെ വിക്രാന്തിന്റെ ക്യാരക്ടർ കിടുവാണ് കേട്ടോ. സീരീസ് കിടുവാണെന്നല്ല, അങ്ങേര് ആ ക്യാരക്ടറും അടിപൊളിയാണ്. ദിസ് ഗായ് ഈസ് വെരി അണ്ടർ റേറ്റഡ്. സോ CCL കാണുന്ന എല്ലാവർക്കും അറിയാം വിക്രാന്ത് ആരാണ് എന്താണ്. സോ റങ്കൻ എന്നുള്ള ഒരു ക്യാരക്ടറിന് വിക്രാന്ത് അല്ലാതെ വേറെ ചോയ്സ് ഇല്ല. അത്രയും കിടുവായിട്ടാണ് ആള് പെർഫോം ചെയ്യുന്നത്. ആൾക്കൊരു ലവ് സ്റ്റോറി ഉണ്ട്, ഒരു സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ട്. നല്ല രസമാണ്, സ്വീറ്റ് ആണ്, ക്യൂട്ടാണ്, നല്ല രസമാണ്. എന്നാ ഇതില് ഈ ക്രിക്കറ്റ് അക്കാഡമിയിൽ കുറെ എണ്ണങ്ങളുണ്ട്, കുറെ അലവലാദികളുണ്ട്. ക്രിഞ്ച് പറഞ്ഞ ക്രിഞ്ച് പോയി ആത്മഹത്യ. അതാണ് ഇവരുടെ റൊമാൻസ്. എടേ ക്രിക്കറ്റ് അക്കാഡമിയാടേ, വന്ന് ക്രിക്കറ്റ് കളിക്കടേ, പോയി ഇന്ത്യൻ ടീമിൽ ചേരടേ. ആ വൈഭവ് സൂര്യവംശിയൊക്കെ കണ്ടില്ലേ? 15 വയസ്സായ ചെക്കനാണ് ഓരോ മെയിൻ ബോളേഴ്സിനെ അടിച്ച് തോറ്റിക്കുന്നത്. വടിയുണ്ട് കുറെ എണ്ണം, ഓരോന്നായിട്ട് പറയാം. പാലക്കാട് 12 മണിക്ക് ആ നട്ടപ്പൊരി വെയിലത്ത് ഇറങ്ങി നടന്ന ഇത്രയും തൊലിയുരിയില്ല. ഇത് മേത്ത് ആസിഡ് ഒഴിച്ചപ്പോൾ ഇത്ര തൊലിയുരിയില്ല. അതിന് ക്രിഞ്ചാണ്. കണ്ടു കഴിഞ്ഞ് തൊലിയുരിഞ്ഞു. അജാതി ഡയലോഗ്സ്. ആദ്യത്തേത് മാത്തയാൻ തിയാ. അയ്യോ, 2 ടീമിന്റെ ക്യാപ്റ്റന്മാരാണ്. എങ്ങനെയടേ ഇങ്ങനെ തൊലിഞ്ഞ റൊമാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? പ്രേമത്തിന് വരെ നാണക്കേടാണ് ഇവര് റൊമാൻസ്. ആൻഡ് ഈ സിനിമയില് സീരീസിൽ കുറെ ഡയലോഗ്സ് ഉണ്ട് ഇംഗ്ലീഷ്. എന്താ ആഷസ് ആണോ നിങ്ങൾ കളിക്കുന്നത്? ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ. എടേ 2 തമിഴന്മാര് തമ്മിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ. എന്തിന്? ഇംഗ്ലീഷ് കേൾക്കണം. ഇംഗ്ലീഷ് അറിയാത്തവന്റെ വായിൽ പുട്ടുകുത്തി തിരികെ പോലെ. രണ്ടാമത്തെ അവിഞ്ഞ റൊമാൻസ്, മണി തങ്ക. ഹോ, അൺബെയറബിൾ റൊമാൻസ് ആണ്. എടേ ഇത്രയും വൃത്തികേടായിട്ട് ലോകത്ത് ആർക്കെങ്കിലും പ്രേമിക്കാൻ പറ്റും? നമ്മളെല്ലാവരും പറയും ലവ് ഈസ് ക്രിഞ്ച്, ലവ് ഈസ് ക്രിഞ്ച്. ക്രിഞ്ചിനൊരു ലിമിറ്റ് ഉണ്ട്. ഇത് എന്തോന്നടേ ഇങ്ങനത്തെ കോണകത്തിലെ പിടിച്ച് കുറെ എക്സ്പ്രഷനും കോപ്രായത്തരും. 25 മിനിറ്റ് ഒരു എപ്പിസോഡില് 19 മിനിറ്റ് ഇവരെ കോണകം പിടിച്ച എക്സ്പ്രഷൻ ആയിരിക്കും. അതിന് ചിലവരൊക്കെ കൂട്ടസ് തൂറാണ്. ലൂസ് മോഷൻ വന്നാൽ പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ് യു ഹാവ് അനദർ ഗായ്, ഒരു ആക്ടറിന്റെ മകൻ. ആള് വളയ്ക്കുന്നത് അവിടെ മറ്റേ എന്താണ് ഈ മോട്ടിവേറ്റ് ചെയ്യാൻ വരുന്ന സൈക്കോളജിസ്റ്റിന്. അത് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവര് പ്രോപ്പർ ആയിട്ട് സംസാരിക്കുന്നത് കാണില്ല, ഒന്നും കാണില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വെരി നെക്സ്റ്റ് ഡേ കാണിക്കുന്നത് അവര് സെറ്റ് ആയിട്ട് ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. ആക്ടറിന്റെ മകനാണ് പറഞ്ഞപ്പോഴേക്കും വീണ ചേച്ചി അല്ല അറിയാൻ ചോദിക്കുകയാണ്. വിക്രാന്തിന്റെ ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ടോ. 16ാമത്തെ എപ്പിസോഡ് എന്തോണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഹൈ മൊമെന്റ് കിട്ടും മോനെ, ഗൂസ് ബംസ് അടിച്ചു. ഈ അലുമിനി മീറ്റ് എന്തോ നടക്കുകയാണ് ആ സമയത്തുള്ള ക്രിക്കറ്റിംഗ് സീക്വൻസ് വെരി നൈസ്. ക്രിക്കറ്റ് അക്കാഡമി LBW എന്ന് പേരിട്ടിട്ട് അവര് കറക്റ്റാ പേരിട്ടിരിക്കുന്നത്. ലവ് ബിഫോർ വിക്കറ്റ്, ലവ് ബിയോണ്ട് വിക്കറ്റ്. ക്രിക്കറ്റ് അല്ല അത്ര, പ്രേമമാണ് ഇത്ര കൂടുതൽ. ക്രിക്കറ്റ് അക്കാഡമിയിൽ ക്രിക്കറ്റ് ഒഴിച്ചിട്ട് ബാക്കി സകലമാന പേക്കൂത്തുണ്ട്, വെള്ളമടിയുണ്ട്, ഇങ്ങനത്തെ തൊലിഞ്ഞ റൊമാൻസ് ഉണ്ട്. എന്നാൽ ക്രിക്കറ്റ് ഇല്ല അത്ര. എന്നാ പിന്നെ ക്രിക്കറ്റ് അക്കാഡമി എന്ന് മാറ്റിട്ട് വേറെ വല്ല പേരിട്ടൂടെ? ഇവിടെ വരുന്നത് എല്ലാവരും പ്രേമിക്കാനാണ്. റൊമാൻസ് അക്കാഡമി, പ്രേമം പഠിപ്പിച്ചു കൊടുക്കും. വരൂ, പ്രേമിക്കൂ, പോകൂ. ഓ, അൺസഹിക്കബിൾ സാധനം. എനിക്ക് തോന്നുന്നു ഏകദേശം 50 എപ്പിസോഡ് എന്താ ആയ സമയത്ത് ഒരു ടൂർണമെന്റ് പോലെ കാണിക്കുന്നുണ്ട്. അത് നൈസായിരുന്നു. അതല്ലടേ കാണിക്കേണ്ടത്. ക്രിക്കറ്റ് അക്കാഡമി പറഞ്ഞു പിന്നെ വാഴ വെക്കുന്നത് കാണിക്കാൻ പറ്റില്ലല്ലോ, അത് കാണിക്കേ. ഇത് ക്രിഞ്ച് ഡയലോഗ്സും ഇവരുടെ ഓഞ്ഞ ഇമോഷൻസ് കാണാനല്ല നാട്ടുകാർ ഇരിക്കുന്നത്. 11:30 ഒരു സീരീസ്, 12 മണിക്ക് ഒരു സീരീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ അത് കണ്ടന്റ് വേണം ബ്രോ. നടു സെന്റർ പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്.
എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കല്ല. അതൊന്നും കാണാതെ വേറെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. അതിന്റെ 16-ാമത്തെ 15-ാമത്തെ എപ്പിസോഡിൽ ഒരു ബാസ്കറ്റ് ബോൾ സീക്വൻസ് ഉണ്ട് മോനെ, അടിച്ചു, ലിറ്ററലി ഗൂസ് ബംസ് അടിച്ചു. അതുവരെ ആവറേജ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് പീക്ക് സാധനമായി മാറിയത് അത് കാരണമാണ്. ഐ എം വെയിറ്റിംഗ് ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് സീസൺ ഓഫ് നടി സെന്റർ. എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന സീരീസാ. എന്നാൽ ഇതും ഉണ്ട്, 60 എപ്പിസോഡായി, പടവലങ്ങ പോലെ കീപ്പോട്ടാണ്. നമ്മുടെ ഇവിടെ വരുന്ന സന്തനമഴ, കൊന്തനമഴ, തേക്ക് മഴ, ഇടിമഴ, അതൊക്കെ ഇതിലും ഭേദം. അവിടെ സീരിയൽ തോറ്റു പോകുന്ന രീതിയിലാണ് ഇപ്പൊ ഈ സീരീസിന്റെ പോക്ക്. ഇങ്ങനെ പോയി കഴിഞ്ഞു വെച്ചാൽ അവരാതായിട്ട് എൻഡ് ചെയ്തോ. ദയവ് ഇത് വിക്രാന്തിനൊക്കെ ഇത്രയും കിടുവായിട്ടുള്ള ക്യാരക്ടർ കൊടുത്തിട്ട് ഇങ്ങനൊരു 3G അവസ്ഥയിൽ കൊണ്ടാക്കരുത്. അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് വിക്രാന്തിനെ എക്സ്പ്ലോർ ചെയ്യും, വിക്രാന്തിന്റെ ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യും, അവര് റൊമാൻസിനെ എക്സ്പ്ലോർ ചെയ്യും. ഇതൊരു അക്കാഡമി ഉണ്ട്, ഒന്നും ഗതി പിടിക്കാത്ത ഒരു അക്കാഡമി ഉണ്ട്. എന്നാലും ചില നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോ വിക്രാന്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, തുളസി പറഞ്ഞ സ്പോർട്സ് മിനിസ്റ്ററായി അഭിനയിക്കുന്ന ആ കൊച്ച്, അപ്പുറത്തെ ഒരു ആങ്കർ അക്കാഡമി കൊണ്ട് ഇവര് റിവൽസ് ഉണ്ട്, അവിടെ രാജശേഖർ പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആള്, അതേപോലെ തന്നെ പത്മ പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്യുന്ന കൊച്ച്, അതൊക്കെ നൈസായിരുന്നു. പക്ഷെ ഇവരുടെ റൊമാൻസ് ഓരോ ദിവസം കൂടുമ്പോഴും കപ്പിള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സിംഗിള്, ഡബിള്, ട്രിപ്പിള്, ഇപ്പൊ ക്വാഡ്രപ്പിള്, നാളെ ഇനിയിപ്പോ 5-ാമത്തെ എന്താ പറയാ ഇനി, അല്ല അറിയാൻ ചോദിക്കുകയാണ്. ആൻഡ് സേർട്ടൻ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഇവര് ഡേറ്റിന് പോവാണ്, കൂടെ സാറും വരുന്നു ഡേറ്റിന്, മറ്റേ മിനിസ്റ്ററിനെ കൂട്ടിയിട്ട് പോവാ. തലയ്ക്കകത്ത് പിണ്ണാക്കൊന്നും അല്ലല്ലോ അല്ലെ ഇത് എഴുതണവന്റെ, അല്ല അറിയാൻ ചോദിക്കുകയാണ്. സോ ടു മീ പേഴ്സണലി ഇതൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ അത്യാവശ്യം നൈസ് ആയിരുന്നു, കുറച്ച് ഹൈ മൊമെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ വിക്രാന്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സീരീസ് കാണണമെങ്കിൽ കാണാം. വിക്രാന്ത് ഈസ് ആക്ച്വലി വെരി അണ്ടർ റേറ്റഡ് ആക്ടർ. ഞാൻ എപ്പോഴും പറയാറാണ്, ആളുടെ ദീപാവലി ബോണസ് പറഞ്ഞൊരു സിനിമയുണ്ട്, ആഹയിൽ അവൈലബിൾ ആ. ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെ ദീപാവലി ആഘോഷിക്കുന്നു അതൊക്കെ കാണിച്ചുകൊണ്ട് കൊച്ചു പടം. പെർഫോമർ വിക്രാന്തിനെ കാണണമെങ്കിൽ അത് കാണണം. പിന്നെ അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് കിച്ച സുദീപിന്റെ ഒരു പടത്തിൽ ഹി വാസ് എ പാർട്ട്, ഒരു സൈക്കോന്റെ ക്യാരക്ടർ, ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാതെ അങ്ങനെ ഭിത്തി കയറ്റി വിട്ടു. സോ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സീരീസ് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 60 എപ്പിസോഡ് എന്തോ വന്നിട്ടുണ്ട്. സോ വേണ്ടവര് കണ്ടു നോക്കുക.